ഒന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മണലൂർ പഞ്ചായത്ത് കൺവീനർ ശ്രീ എം ആർ മോഹൻ, തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി എൻ സുഹൃത്ത്, ഗ്രാമപഞ്ചായത്ത് മെമ്പറും CPIയുടെ സംസ്ഥാന സമിതി അംഗം കൂടിയായിട്ടുള്ള ശ്രീ രാകേഷ് കണിയാമ്പറമ്പിൽ, CPIഎമ്മിൻ്റെ മണലൂർ ലോക്കൽ സെക്രട്ടറി KV ഡേവിസ്, ജനതാദൾ എസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് അടക്കമുള്ള ആളുകളാണ് ഈ പത്രസമ്മേളനം കൊണ്ടുവരുന്നത്. ഇത്തരത്തിൽ പത്രസമ്മേളനം നടത്തേണ്ടി വന്നതിൻ്റെ കാരണം മണലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണം അഴിമതിയും കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും നിറഞ്ഞ രീതിയിലേക്കാണ്, തികച്ചും ഏകാധിപത്യത്തോടു കൂടിയിട്ടുള്ള ഒരു ഭരണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ആ നേതൃത്വം കൊടുക്കുന്നതിൽ അവരുടെ ഭരണകക്ഷിയിലുള്ള ആളുകൾക്ക് തന്നെ വലിയ എതിർപ്പുണ്ട്. ആ എതിർപ്പുകളെ വകവയ്ക്കാതെ തന്നെ മറ്റ് പ്രതിപക്ഷത്തിന്റെ വാക്കുകളെ വകവയ്ക്കാതെയും ഏകപക്ഷീയമായ രീതിയിലുള്ള പ്രവൃത്തിയുമായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവസാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ കുറെ നാളുകളായി കൂടെ നടന്ന് ജോലി ചെയ്തിരുന്ന രജിത്ത് എന്ന് പറയുന്ന ഡ്രൈവർ, അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ കേട്ടത്. അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, ഞാനൊരു കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണ് എനിക്ക് ആ ജോലി ലഭിച്ചത്. ഞാനൊരു കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. എനിക്ക് അനുഭവിക്കേണ്ടി വന്ന ഇത്രയും നാളുകളിനിടയിൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്ന യാതനകളെ കുറിച്ചാണ് അദ്ദേഹം അവിടെ പറഞ്ഞത്. അതിലേറ്റവും ഗൗരവപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, അദ്ദേഹം ഒരു അധ്യാപകനാണ്, ജോലിയിൽ നിന്ന് ലീവ് എടുത്തിട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം തുടരുന്നത് എന്നാണ് എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതല്ല, രണ്ടും പ്രസിഡന്റിന്റെ വരുമാനവും അതുപോലെ തന്നെ ഓണറേറിയവും ജീവനക്കാരൻ എന്ന രീതിയിലുള്ള അധ്യാപക മേഖലയിലെ പണവും അദ്ദേഹം ഒരേ സമയം കൈപ്പറ്റുന്നു. അതിന് തെളിവാണ് ആ ഡ്രൈവർ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് സെന്റ് ആന്റണീസ് പുത്തമ്പടിയായിരിക്കും, അതുപോലെ ഇപ്പോൾ അവിടുന്ന് ഒഴിവായി ഇപ്പോൾ ഏകലൂർ സെന്റ് തോമസ് സ്കൂളിലാണ് ഇപ്പോൾ അദ്ദേഹം ജോലി ചെയ്യുന്നത്. അവിടേക്കും ജോലിക്ക് പോകുമ്പോൾ, അധ്യയനത്തിന് പോകുമ്പോൾ ഈ വണ്ടിയിലാണ് പോകുന്നത്. അവിടെ അധ്യയനം കഴിയുന്ന സമയം വരെ ആ ഡ്രൈവർ അവിടെ വണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് കൊണ്ടുവരും. ഇത് രണ്ട് സ്ഥലത്തും ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ അതുമാത്രമല്ല, പറഞ്ഞ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ, ഞായർ ദിവസങ്ങളിൽ, മുടക്ക് ദിവസങ്ങളിൽ നിർബന്ധപൂർവ്വം ഷീറ്റ് എഴുതുകയും ലോഗോ ബുക്ക് എഴുതിക്കുകയും അദ്ദേഹത്തിന് അന്ന് വണ്ടി ഓടിച്ചിട്ടുണ്ട് എന്ന് കൃത്രിമമായ രീതിയിൽ അവിടെ പഞ്ചായത്തിൽ രേഖയുണ്ടാക്കുകയാണ്. എന്നിട്ട് മാസം ഈ ഡ്രൈവറുടെ പൈസ, ശമ്പളത്തിലൂടെ ഈ പൈസ വരുമ്പോൾ ഈ 4 ദിവസത്തെ പൈസ അദ്ദേഹം കൃത്യമായി എണ്ണി പഞ്ചായത്ത് പ്രസിഡന്റ് കൊടുക്കുന്നു എന്ന് പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് വലിയ രീതിയിലുള്ള അഴിമതിയും അതിന് സത്യപ്രതിജ്ഞാ ലംഘനമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിയിട്ടുള്ളത്. അപ്പൊ അതിനെതിരെ ആവശ്യമായ നിയമ നടപടികൾക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകുന്നത്. ഒപ്പം ഈ നാട്ടിലെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ജനങ്ങളോട് ഈ കാര്യങ്ങൾ പറയുക എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സമരത്തിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഈ മാസം തന്നെ പഞ്ചായത്തിലേക്ക് 24-ാം തീയതി ഗ്രാമപഞ്ചായത്തിലേക്ക് ഒരു ജനകീയ മാർച്ച് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മണലൂർ നിയോജക മണ്ഡലം MLA ശ്രീ മുരളി പെരുന്നെല്ലിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. മറ്റ് ഘടകകക്ഷികളുടെ നേതാക്കളും ജില്ലാ നേതാക്കളും അടക്കമുള്ള ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ഉണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം, ഗ്രാമപഞ്ചായത്തിന്റെ 2023-24 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് ഓഫീസ് മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട്. ആ പദ്ധതി രൂപീകരിച്ച് അതിന് ടെൻഡർ നടപടി എടുത്തിട്ടുള്ളത് സ്മിത എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടറാണ് വർക്ക് എടുത്തിട്ടുള്ളത്, സ്മിത. അപ്പൊ ആ സ്മിത അടക്കമുള്ള ആളുകൾ, അതായത് ഈ വർക്ക് എടുക്കുന്ന പഞ്ചായത്തിന്റെ മുന്നിൽ അവിടെ സ്റ്റിക്കർ വർക്കാണ് നിർദ്ദേശിക്കുന്നത്. സ്റ്റിക്കർ വർക്ക് നിർദ്ദേശിക്കുന്നതിനെതിരായിക്കൊണ്ട്
കൃത്യമായി നിങ്ങൾക്ക് തന്ന കത്തിലുണ്ട്. കാരണം അത് വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ അത് അതിന്റെ സ്റ്റിക്കർ വർക്കോ മറ്റു ഫെയിഡോ കളർ ഫെയിഡോ ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് അത് മാറ്റേണ്ട കാര്യമില്ല എന്ന് ഞാൻ സെക്രട്ടറിക്ക് കത്ത് രേഖാമൂലം തന്നെ കത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെ ഞങ്ങൾ പറയുകയല്ല. അവർ കൊടുത്ത കത്തിന്റെ കോപ്പിയാണ് നിങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഈ അർദ്ധരാത്രി സമയത്താണ് പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൻ തെക്കത്തും 4 പണിക്കാർ അവിടെ രാത്രി നിന്നിട്ടാണ് ഈ സ്റ്റിക്കർ വർക്ക് ചെയ്യുന്നത്. ഈ സ്റ്റിക്കർ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ കോൺട്രാക്ടറെ വിളിച്ച് സംസാരിച്ചപ്പോൾ കോൺട്രാക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല. ഏരിയനെ വിളിച്ച് ഞാൻ രാത്രിനെ വിളിച്ചു, ഏരിയനെ വിളിച്ച് സംസാരിച്ചു, ഏരി പറഞ്ഞു ഞങ്ങൾക്ക് ഇത് അറിയില്ല. പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിച്ച് സംസാരിച്ചപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇത് അറിയില്ല. ഞങ്ങൾ നോക്കുമ്പോൾ പഞ്ചായത്ത് ഓഫീസ് തുറന്നു കിടക്കുകയാണ്. ഓഫീസൊക്കെ എല്ലാവരും തുറന്ന് കിടക്കുന്ന സ്ഥിതിയാണ്. അപ്പോൾ ഒരു പഞ്ചായത്തിന്റെ അകത്ത് അതിക്രമിച്ച് കയറിയിട്ടാണ് ഈ 4 പേര് അവിടെ സ്റ്റിക്കർ വർക്ക് നടത്തിയത് എന്നാണ് ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി ഇന്നലെ ഞങ്ങൾ നടത്തിയ സമരത്തിന്റെ കൂടി ഭാഗമായി പഞ്ചായത്ത് സെക്രട്ടറി അന്തിക്കാട് സ്റ്റേഷനിലേക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഈ കൃത്യം ചെയ്ത ആളുകളെ കണ്ടെത്തണം, മാതൃകാപരമായ രീതിയിൽ അവർക്ക് ശിക്ഷ കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറിയുടെ കത്ത് പരാതി ഇന്നലെ അന്തിക്കാട് സ്റ്റേഷനിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പഞ്ചായത്ത് അവരുടെയും നിർദ്ദേശപ്രകാരം തന്നെയാണ് പഞ്ചായത്ത് സെക്രട്ടറി ഈ പരാതി ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ പബ്ലിക് പ്രോപ്പർട്ടി, അതായത് പൊതു പബ്ലിക്കിന്റെ പ്രോപ്പർട്ടി നശീകരണം നടത്തുന്ന ഒരു പ്രവൃത്തിയാണ് പഞ്ചായത്തിനകത്ത് നടന്നിട്ടുള്ളത്. അത് നടന്നു എന്നുള്ളതിനുള്ള കൃത്യമായ തെളിവുകളാണ് അവിടുത്തെ സെക്രട്ടറിയും എയും അതുപോലെ തന്നെ വർക്കെടുത്ത കോൺട്രാക്ടർ അടക്കമുള്ള ആളുകളുടെ കത്തുകളാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത്. ഇത് പ്രകോപനമായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവരല്ല, ഇത് കൃത്യമായ രീതിയിൽ നിയമപരമായ രീതിയിലാണ് ഇത് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്. കൃത്യമായ സത്യപ്രതിജ്ഞാ ലംഘനമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിയിട്ടുള്ളത് എന്ന് ഈ പറയുന്ന രേഖകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണം എന്ന ഒരു മുദ്രാവാക്യമാണ് ഞങ്ങൾ ഉയർത്തുന്നത്. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാം, അവിടെ ഗ്രാമപഞ്ചായത്തിലെ മുൻ വൈസ് പ്രസിഡന്റ്, ഇപ്പൊ അദ്ദേഹം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയാണ്. നമ്മുടെ ഇതിലെ വളരെ മോശമായ രീതിയിലുള്ള പ്രതികരണം ഉണ്ടായി എന്ന് പറഞ്ഞ് അവർ തന്നെ ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിക്ക് പരാതി കൊടുക്കേണ്ടായിട്ടുണ്ട്. അപ്പൊ ആ പരാതി യഥാർത്ഥത്തിൽ വിധയുടെ പരാതിയാണ്. അത് അന്വേഷിക്കണം എന്ന് കൂടി ഞങ്ങൾ ഇതിനോടൊപ്പം ഞങ്ങൾ ആവശ്യപ്പെടുന്നു. കൂടാതെ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കുറെ വർഷങ്ങളായി താനാപ്പാടത്ത് കർഷകർ കൃഷി ചെയ്യുന്നതാണ്. ആ താനാപ്പാടം കൃഷി ചെയ്യുമ്പോൾ കർഷകന് കോടിക്കണക്കിന് രൂപ ലഭിക്കുന്നതെന്ന് മാത്രമല്ല, ആ പ്രദേശത്തുള്ള നിങ്ങൾക്കറിയാം തീരദേശ മേഖലയാണ്. മാമ്പുള്ളി ആയാലും കരിപ്പുഴി ആയാലും പാലാഴി ആയാലും ഈ പ്രദേശം തീരദേശ മേഖലയാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ കൃഷിക്ക് വേണ്ടി കാഞ്ഞാണി ലിഫ്റ്റിൽ നിന്ന് വെള്ളം അടിച്ച് ആ കൃഷിയിടത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഏതാണ്ട് 10ഓളം വരുന്ന അവിടുത്തെ കുളങ്ങൾ നിറഞ്ഞുകൊണ്ടാണ് ആ കൃഷിയിടത്തിലേക്ക് വെള്ളം എത്തുക. അത് വരുന്നതിന്റെ ഭാഗമായി ആ പ്രദേശത്ത് മുഴുവനും കിണറുകളിൽ നല്ല രീതിയിലുള്ള ശുദ്ധജലം ലഭിക്കുന്നുണ്ട്. അവിടെ വരൾച്ച ഉണ്ടാകാത്തത് ഇതിന്റെ ഭാഗമായിട്ടാണ്, കൃഷി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്. ആ കൃഷി ഇപ്പോ 2 വർഷം കഴിഞ്ഞ് 3-ാം വർഷത്തിലേക്ക് തരിശിലാണ്. ആ തരിശിലുണ്ടാകുന്ന കാരണം അവിടെ ആ കൃഷി പാടശേഖര സമിതിക്ക് പഞ്ചായത്ത് കൊടുത്ത ഉറപ്പ് പാലിച്ചില്ല, അവിടുത്തെ കെട്ടുകളെല്ലാം പൊട്ടിച്ചു കളഞ്ഞു, അത് പുനഃസ്ഥാപിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടാണ് ഈ കൃഷി 2 വർഷം കഴിഞ്ഞിട്ട് നടക്കാതെ പോയത്. 3-ാം വർഷത്തിലേക്കും അത് തരിശിട്ടുള്ള സ്ഥിതിയിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ തികച്ചും ഒരു പഞ്ചായത്ത് എന്ന രീതിയിൽ കർഷകരെ ദ്രോഹിക്കുക മാത്രമല്ല, ആ പ്രദേശത്ത് സാംക്രമിക രോഗങ്ങൾ പടരാൻ കഴിയാവുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്കാണ് മാമ്പുള്ളി പ്രദേശത്ത് പോകുന്നത്. കാരണം 2-3 വർഷമായി കെട്ടിക്കെടുക്കുന്ന വെള്ളമാണ്. ആ വെള്ളം പുഴയിലേക്ക് ഒഴുകി പോകുന്നില്ല. കൃഷി ചെയ്യാത്തതിന്റെ ഭാഗമായി ആ പ്രദേശത്തെ വെള്ളം പുഴയിലേക്ക് ഒഴുകി പോകുന്നില്ല. ആ കെട്ടിക്കെടുക്കുന്ന വെള്ളം വൈക്കോലും പുല്ലും ചീഞ്ഞ വെള്ളമാണ് അവിടെ കെട്ടിക്കെടുക്കുന്നത്. ദുർഗന്ധം വമിക്കുന്ന രീതിയിലേക്കാണ് ആ പ്രദേശം മാറിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കൃഷി ചെയ്യണം എന്ന്, കൃഷിയുക്തമാക്കി തരിശിടാതെ കൃഷി ചെയ്യണം എന്നുള്ളൊരു ആവശ്യം ഇതിനകത്ത് നമ്മൾ ഉന്നയിക്കുന്നുണ്ട്. തരിശ് 2 വർഷം തരിശിട്ട് കഴിഞ്ഞാൽ ഇത് 3-ാം വർഷത്തിലേക്കാണ് വരുന്നത്. സ്വാഭാവികമായും
കൃഷി ഇറക്കാൻ പിന്നീട് കൃഷി ഇറക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അത് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. കാരണം പിന്നീട് അത് തൂർത്തെടുത്താൽ അത് ഉപയോഗപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവരെ കൂടി സംരക്ഷിക്കാൻ അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു നയ സമീപനമാണ് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അപ്പൊ ഇത് വളരെ കാര്യക്ഷമമായ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ കൊടുത്ത പരാതി, പോലീസിന് കൊടുത്ത പരാതിക്ക് അതിനൊക്കെ അടിസ്ഥാനം ഞങ്ങൾ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. രാജേഷ് സംശയം പഞ്ചായത്ത് പ്രസിഡന്റ് ഈ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജിവെക്കണമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെടുന്നത്. എല്ലാ വിഷയങ്ങളും ഇവിടെ നിലവിലെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ ജില്ലാ പഞ്ചായത്തിന്റെ അംഗങ്ങളുടെയും ഈ സുഹൃത്തുക്കൾ വിശദീകരിച്ചു കഴിഞ്ഞു. പഞ്ചായത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ വളരെ പുറകോട്ട് പോയ ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് ഇപ്പൊ അധികാരത്തിൽ ഇരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി. നിരന്തരമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാർ പഞ്ചായത്തിനടുത്ത് നിരന്തരം സമരം ചെയ്യാം. പല കാര്യങ്ങളും BJP-യെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പല കാര്യങ്ങളും പഞ്ചായത്തിനടുത്ത് നടപ്പിലാക്കുന്നത്. നമുക്കറിയാം, ഈ ഭരണസമിതി വേണ്ടത്ര ഭൂരിപക്ഷമില്ലാത്ത ഭരണസമിതിയാണ് നമുക്ക് എല്ലാവർക്കും നല്ല ബോധ്യം. ആ ഭരിക്കുന്ന കോൺഗ്രസിന്റെ മെമ്പർമാർ ഉൾപ്പെടെ വേണ്ടത്ര രൂപത്തിൽ ഐക്യം ഇല്ലാത്ത ഒരു ഭരണസമിതിയാണ് മുന്നോട്ട് പോകുന്നത്. അതിന് പ്രധാനമായിട്ടുള്ള കാരണം പഞ്ചായത്തിന്റെ ഏകാധിപത്യ രൂപത്തിലുള്ള പ്രവർത്തനമാണ്. ഏകപക്ഷീയമായുള്ള പ്രവർത്തനം പഞ്ചായത്ത് പ്രസിഡന്റ് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഭരണസമിതിക്കകത്തുള്ള കോൺഗ്രസിന്റെ മെമ്പർമാർ ഉൾപ്പെടെ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരായി കൊണ്ട് തിരിഞ്ഞ് പ്രവർത്തിക്കുന്ന സമയം കൂടിയാണ്. ഇവിടെ തെരുവുവിളക്കുകൾ കത്താത്ത വിഷയം ഇപ്പോ PW റോഡിലൊന്നും തെരുവുവിളക്കുകൾ കത്തുന്നില്ല. പഞ്ചായത്ത് റോഡുകളുടെ ശോചനീയാവസ്ഥ, വഞ്ചിക്കട കുടിവെള്ള പദ്ധതി 20 വർഷത്തോളം, ഏകദേശം 15 വർഷത്തോളമായി അതിനെ പറ്റി അതിന് പണി പൂർത്തീകരിച്ചു വരിക ആയി. പക്ഷെ അത് ഉദ്ഘാടന സെക്ഷനിലേക്ക് അതിന്റെ പ്രവർത്തനങ്ങളിൽ കൊണ്ടുപോകാനോ അത് പ്രാവർത്തികമാക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ സ്റ്റീൽ പാലം 2 കോടി രൂപ CN ജയദേവന്റെ ഫണ്ടിൽ നിന്ന് ചെലവാക്കിക്കൊണ്ട് വെച്ച സ്റ്റീൽ പാലം പഞ്ചായത്തിന് വിട്ടു തന്നിട്ട് പഞ്ചായത്ത് അതുകൊണ്ട് നടപടികളും ഇതിന്റെ അറ്റകുറ്റപ്പണി നടത്തുന്ന ഒന്നും സ്വീകരിക്കുന്നില്ല. പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് നിങ്ങൾക്കറിയാം, പഞ്ചായത്തിന്റെ ഹൃദയഭാഗത്താണ് കാഞ്ഞാണി സെന്ററിലെ ബസ് സ്റ്റാൻഡ്. അതിന്റെ പ്രവർത്തനങ്ങൾ, അതിന്റെ അറ്റകുറ്റപ്പണി നടത്തുന്നതിന് വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തുന്നു. ശ്മശാനം നമുക്കറിയാം, 10 ദിവസം ശ്മശാനത്തിൽ ഓടി വെച്ചാൽ പിന്നെ 10 ദിവസം വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അത് മാത്രമല്ല, അവിടെ ഓടി വയ്ക്കുന്ന ആളുകളുടെ ചെലവ് ഇന്ന് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ട ഒരു പഞ്ചായത്തായി മണ്ണൂർ പഞ്ചായത്ത് മാറും. ആ രൂപത്തിലേക്ക് ജനങ്ങളെല്ലാം ഭൂരിപക്ഷം ജനവിഭാഗങ്ങൾ എതിർക്കപ്പെടുന്ന ഒരു ഭരണസമിതിയായി ഈ ഭരണസമിതി മാറാണ്. അതിന്റെ ഭാഗങ്ങളാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച് പഞ്ചായത്തിന്റെ താൽക്കാലിക ജീവനക്കാരനായിരുന്ന ഡ്രൈവറായിരുന്ന രജിത്ത് പത്രസമ്മേളനം നടത്തി പറഞ്ഞു. പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് ഇവിടെ പഞ്ചായത്തിന്റെ മുഖം മാറ്റുന്നതിന് വേണ്ടി സ്റ്റിക്കർ ഒട്ടിക്കുന്നതിന് അർദ്ധരാത്രി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് നിൽക്കുക. ഇവിടെ കൃത്യമായിട്ട് AE-അതിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ പദ്ധതി എന്ന് പറയുന്നത് പഞ്ചായത്ത് ഓഫീസ് നവീകരണം എന്ന് പറയുന്നത് പഞ്ചായത്തിന്റെ അകത്തെ നവീകരണമാണ്. മാത്രമല്ല, സ്ട്രെസ് അടിക്കേണ്ട, പുറത്ത് സ്ട്രെസ് അടിക്കേണ്ട പ്രവർത്തനം, ഈ 2 പ്രവർത്തനം മാത്രമേ അതിനകത്തുള്ളൂ. ഇത് കൃത്യമായിട്ട് AE-അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഭാവിയിൽ ഇനി എന്തെങ്കിലും മുകൾ ഭാഗത്ത് എന്തെങ്കിലും വർക്ക് ചെയ്യാൻ, ഈ സ്ട്രെസ് അടിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ അത് ക്ലീൻ ചെയ്ത് ഏതെങ്കിലും ഭാഗത്ത് മങ്ങിച്ചുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രവർത്തനം നടത്തണം എന്നുള്ളതാണ് AE-അതിനകത്ത് സൂചിപ്പിച്ചത്. പക്ഷെ കുടിപടങ്ങളെല്ലാം നീക്കി വെള്ളം അടിച്ച് നീക്കിയപ്പോൾ ഒരു മങ്ങിയ ഭാഗവും അവിടെ കണ്ടെത്താൻ AE-ക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് AE അതിനകത്ത് പിന്മാറിയത്. മാത്രമല്ല, ഒരു ACP വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന വർക്കാണ്. 5 വർഷം കഴിഞ്ഞാൽ മാത്രമേ ഒരു പുതിയ വർക്ക്, ACP വർക്ക് നമുക്ക് കൂടുതൽ സമയം നിൽക്കും, 5 വർഷം അതിനെ കൂടുതൽ സമയം നിൽക്കും. പക്ഷെ ഒരു വർക്ക് ചെയ്താൽ അതുമായി 5 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളത് കൂടി AE-ക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ, ഓഡിറ്റ് ഒബ്ജക്ഷൻ വരുമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ AE അതിനകത്ത് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കോൺട്രാക്ടർ അതിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ പിന്മാറിയപ്പോൾ അത് ഏറ്റെടുത്ത് അത് എന്ത് വില കൊടുത്തും അത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് മുന്നോട്ട് വരാനുണ്ടായത്.
പഞ്ചായത്തിനകത്തേക്ക് അതിക്രമിച്ച് കയറി. അതിനു മുമ്പ് ഇത്തരം വിഷയം ഉണ്ട് എന്ന് അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാർ 7 പേരും ഒപ്പിട്ട് ഈ പണി നടത്തേണ്ടതില്ലെന്നും ഇത് പഞ്ചായത്തിനകത്ത് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന പരിപാടിയാണെന്നും അതുകൊണ്ട് പഞ്ചായത്തിനകത്ത് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടി ആ പരിപാടിയിൽ നിന്ന് ആ പ്രവർത്തനത്തിൽ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ കത്ത് കൊടുത്ത് ആ കത്ത് കമ്മിറ്റി ഒരു പഞ്ചായത്തിനകത്ത് 1/3 മെമ്പർമാർ ഒരു ആവശ്യം ഉന്നയിച്ചാൽ അടിയന്തരമായി കമ്മിറ്റി വിളിച്ചു ചേർത്ത് ആവശ്യത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണം. അതാണ് പഞ്ചായത്ത് രാജ് പറയുന്നത്. 1/3 മെമ്പർമാർ ഒരു വിഷയത്തിൽ പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ പരാതി അടിയന്തര കമ്മിറ്റിയായി വെച്ചുകൊണ്ട് തന്നെ പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് പഞ്ചായത്ത് രാജ് പറയുന്നത്. ഞങ്ങൾക്ക് 1/3 മെമ്പർമാരുണ്ട്. ആ പരാതി ഉന്നയിച്ചിട്ട് ഇപ്പൊ നാളെ നടക്കാൻ പോകുന്ന പഞ്ചായത്ത് കമ്മിറ്റിയുടെ അജണ്ടയിൽ പോലും ആ പരാമർശം ആ അജണ്ട ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനകത്ത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് അതിനകത്ത് ബാധ്യതയുണ്ട്. ഒഴിഞ്ഞു മാറാൻ വേണ്ടി കഴിയില്ല. അജണ്ട പോലെ അതിനകത്ത് വെച്ചിട്ടില്ല. പഞ്ചായത്ത് സെക്രട്ടറി ഇന്നലെ അടക്കം പറഞ്ഞത് അടുത്ത കമ്മിറ്റിയെ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് ആണ് പറഞ്ഞത്. അങ്ങനെയാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷെ പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങളൊന്നും അനുസരിക്കാത്ത പ്രസിഡന്റ് ഒരു മറ്റുള്ള ഒരു ആ രൂപത്തിലേക്ക് മുന്നോട്ട് പോകും. പക്ഷെ ഈ അജണ്ടയ്ക്കകത്ത് നാളെ നടക്കാൻ ഇരിക്കുന്ന കമ്മിറ്റിയകത്ത് ഈ വിഷയം ഉന്നയിച്ചിട്ടില്ല. അപ്പൊ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് പഞ്ചായത്ത് സെക്രട്ടറിയും ഇതിനകത്ത് കൂട്ടുനിൽക്കാനാണ് എന്നുള്ളതാണ്. പഞ്ചായത്ത് സെക്രട്ടറി ഉപയോഗിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. പഞ്ചായത്ത് സെക്രട്ടറി വളരെ കൃത്യമായിട്ട് ഇന്നലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ബോധ്യപ്പെടുത്തി പഞ്ചായത്തിനകത്തേക്ക് അനധികൃതമായി കടന്നു വന്ന ആളുകളാണ് പഞ്ചായത്ത് പണി ചെയ്യുന്നത്. പഞ്ചായത്ത് എടുത്ത കോൺട്രാക്ടർ അറിഞ്ഞിട്ടില്ല, പഞ്ചായത്ത് സെക്രട്ടറി അറിഞ്ഞിട്ടില്ല. അല്ലാതെ ഒരു കൂട്ടം ആളുകൾ വന്ന് വൈകുന്നേരത്തിൽ അർദ്ധരാത്രി പഞ്ചായത്തിന്റെ ഓഫീസിന്റെ മുമ്പിൽ സ്റ്റിക്കർ ഒട്ടിച്ച് പഞ്ചായത്തിനെ അലങ്കോലമാക്കി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവർക്ക് ഇതിന് നടപടി സ്വീകരിക്കണം. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിനകത്ത് ഉന്നയിക്കുന്നത്. അവർക്കെതിരെ കേസ് ചാർജ് ചെയ്യണം. മാത്രമല്ല പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കേസ് ചാർജ് ചെയ്യണം. അവർക്കെതിരെ ചുമത്തുന്ന എല്ലാ നിയമങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ചുമത്തണം. പഞ്ചായത്ത് പ്രസിഡന്റാണ് അതിന് നേതൃത്വം കൊടുക്കുക. അവിടെ ഒരു സാമ്പത്തിക സ്ഥാപനം കൂടിയുണ്ട്, ട്രഷറി. ആ ട്രഷറി അവിടെ പ്രവർത്തിക്കുന്ന പഞ്ചായത്തിന്റെ പിന്നിൽ ട്രഷറി പ്രവർത്തിക്കുന്നുണ്ട്. ആ ട്രഷറിക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് പണ്ടൂർ പഞ്ചായത്തും കൂടിയാണ്. ആ ട്രഷറിക്ക് പിന്നെ അതിനെ സംരക്ഷിക്കേണ്ട ചുമതല പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയുണ്ട്. പഞ്ചായത്തിന്റെ ഓഫീസിലാണ് ഈ ട്രഷറി കൂടി പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്ന ട്രഷറിക്ക് പോലും സംരക്ഷണം കൊടുക്കാതെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇത്തരത്തിൽ എവിടെ നിന്നോ വന്ന കുറച്ച് ആളുകളെ വെച്ചുകൊണ്ട് ആ പണി നടത്തുകയും പോലീസ് വന്നപ്പോൾ അവരെ കാണുവാനില്ല, അവരെങ്ങോട്ടോ പോയി എന്ന് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നില്ല. അവരതിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണോ എന്ന് പോലും കഴിയുന്നില്ല. പോലീസ് പറയുന്ന അടിസ്ഥാനത്തിൽ ആദ്യത്തെ ദിവസം ഞങ്ങൾ പിരിഞ്ഞു പോകും. പോലീസ് പറഞ്ഞ് ഈ പണി ഇനി നമ്മൾ ചെയ്യില്ല. SI ഉൾപ്പെടെയുള്ള അഡീഷണൽ SI ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ അവിടെ എത്തിയിരുന്നു. ആ സമയത്ത് 11-ാം തീയതി വൈകിട്ട് ഇനി നമ്മളായിട്ട് ചർച്ച നടത്താണ്ട് ആ പണി അവിടെ നടത്തില്ല എന്ന് ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ പ്രവർത്തകരും മെമ്പർമാരും ഉൾപ്പെടെ അവർ പിരിഞ്ഞു പോകുന്നത്. പക്ഷെ നമ്മളായിട്ടൊരു ചർച്ചയും നടത്താതെ പിറ്റേ ദിവസം നമ്മൾ അറിയാൻ കഴിഞ്ഞത് BJPയുടെ സഹായത്തോടു കൂടി മണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആ പ്രവൃത്തി പൂർത്തിയാക്കി എന്നുള്ളതാണ്. ഇന്നലെ BJPയുടെ അഭിവാദ്യം ഒക്കെ അർപ്പിച്ചുകൊണ്ടുള്ള മുഖച്ഛായ മാറ്റിയ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള പ്രകടനത്തിൽ നടത്തുണ്ടായി. ഞാൻ സൂചിപ്പിച്ചത് ഇത്തരത്തിൽ ഒരു ഭരണാധികാരിയായിട്ട് മണ്ണൂർ പഞ്ചായത്തിൽ തുടരാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഇടതുപക്ഷ ജനാധിപത്യയുടെ മെമ്പർമാരും അനുവദിക്കില്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ശക്തമായ പ്രക്ഷോഭം ഈ ഭരണസമിതിക്കെതിരായി ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരായി കൊണ്ട് നടത്തുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുള്ള ദിവസങ്ങളിൽ ആ പ്രക്ഷോഭം നടത്തുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ. പൈസ കൊടുക്കില്ല. ഈ പണി ചെയ്തവർക്ക് പൈസ കൊടുക്കില്ലല്ലോ. ഈ പണി ചെയ്ത കോൺട്രാക്ടർ അറിയാണ്ട് കോൺട്രാക്ടർ പറയുന്നത് ഈ പണി അല്ല അതിനകത്തുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പഞ്ചായത്ത് ഓഫീസ് നവീകരണമാണ്. പഞ്ചായത്തിന്റെ ഓഫീസിന് ഉൾഭാഗം നവീകരിക്കാനും അതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ ഫ്രണ്ട് ഭാഗത്ത് സ്ട്രെസ് അടിക്കാനാണ് ഈ പദ്ധതി മെയിനായിട്ട്. അപ്പോൾ ആ പദ്ധതി അങ്ങനെ നടക്കുമ്പോൾ ഈ സ്ട്രെസ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് മുകൾ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പിന്നെ അത് കയറി ചെയ്യാൻ ബുദ്ധിമുട്ടാകും എന്നുള്ളതുകൊണ്ട് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് തീർക്കുന്നതിന് വേണ്ടിയിട്ടും കൂടെ കുറച്ച് പൈസ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് യഥാർത്ഥത്തിൽ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. നമ്മൾ AEയുടെ റിപ്പോർട്ട് അതിനകത്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. AEയുടെയും അതിന്റെ ബാക്കിലുണ്ട്
കോൺട്രാക്ടറുടെ റിപ്പോർട്ടുണ്ട്, അതോടൊപ്പം തന്നെ പിന്നെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ റിപ്പോർട്ടും അതിനകത്ത് നിങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ വെച്ച് കെട്ടി കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് വെള്ളമടിച്ച് കഴുകി വൃത്തിയാക്കിയപ്പോൾ യാതൊരു പോരായ്മകളും അവിടെ കണ്ടില്ല, യാതൊരു വിഷയങ്ങളും അവിടെ ഉണ്ടായില്ല, ഒക്കെ ക്ലീനാണ്. അപ്പൊ അത് ഇനി എന്തെങ്കിലും ചെയ്താൽ ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ടാവുന്നത് കൊണ്ട് അതിനകത്ത് അവർ തന്നെ അങ്ങനെ ഒരു നിർദ്ദേശം വയ്ക്കാറുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളത് പുനഃപരിശോധിക്കണം. ആ പ്രവൃത്തി ചെയ്യേണ്ടതായിട്ടില്ല. വെറുതെ നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കേണ്ടതില്ല എന്ന് LDF-ഉം ഇടതുപക്ഷ ജനാധിപത്യ മെമ്പർമാരും രേഖാമൂലം പഞ്ചായത്ത് സെക്രട്ടറിക്ക് എഴുതി കൊടുക്കേണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് AE അങ്ങനെ ഒരു നിർദ്ദേശം, അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന് മുകളിൽ എഴുതി എന്റെ പേര് സൂചിപ്പിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ AE അങ്ങനെ ഒരു റിപ്പോർട്ട് ആർക്ക് കൊടുത്ത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുത്തു നടത്താനില്ല എന്നുള്ളത്. ഇപ്പൊ അനാവശ്യമായിട്ട് കൊണ്ടുപോകണ്ടല്ലോ ഈ നമ്മുടെ അപ്പൊ അത് പ്രതിപക്ഷ മെമ്പർമാരുടെ അറിയുന്നു ഡെയിലി പോകുന്നുണ്ട്. അല്ല, അത് ഇതിന് ഒരു ലോഗോ ട്രിപ്പ് എഴുതുന്ന ഒരു സംവിധാനം ഉണ്ടല്ലേ, ഇത് പഞ്ചായത്ത് വാഹനം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ ലോഗോ ട്രിപ്പ് ഇത് ലംഘിക്കുമ്പോൾ വാഹനങ്ങൾ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് കൊണ്ടുപോകുന്നത് ഓക്കെ. അപ്പൊ പല പഞ്ചായത്തുകളും കല്യാണത്തിനും അടിയന്തരത്തിനും പല രീതിയിലുണ്ട്. ഇപ്പോൾ ഇവിടെ മാത്രമല്ല പലയിടത്തും വ്യാപകമുള്ള പരാതിയുണ്ട്. അപ്പൊ ഈ ലോഗോ ട്രിപ്പ് പരിശോധിക്കുക, അങ്ങനെയുള്ള അതിന്റെ മുകളിൽ നടപടി എടുക്കേണ്ടത് ആരാശിക്കും? പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് മെമ്പറോ അങ്ങനെ ചെയ്തു നോക്കിയ അപ്പൊ അതിന്റെ മുകളിൽ സെക്രട്ടറി നടപടി എടുത്തിട്ടുണ്ടോ? സെക്രട്ടറിയാണ് പഞ്ചായത്ത്, മറ്റുള്ളവർക്കൊക്കെ അതിൽ എഴുതിയിട്ടില്ല. വേറെ കാര്യം പറഞ്ഞിട്ട് പോണത് ഒരു പഞ്ചായത്തിൽ ക്യാമറ ഇല്ലേ? പഞ്ചായത്തിൽ ക്യാമറ ഉണ്ടായിരുന്നു. പഞ്ചായത്തിന്റെ ചുറ്റും കാണാവുന്ന രീതിയിൽ, റോഡടക്കം കാണാവുന്ന രീതിയിൽ, അകത്ത് ജീവനക്കാരെ കാണാവുന്ന രീതിയിൽ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ ക്യാമറകളൊക്കെ വർക്ക് ചെയ്യണില്ല, ക്യാമറകൾ ഇപ്പൊ വർക്ക് ചെയ്യണില്ല. അപ്പൊ അത് എന്താണ് ഇപ്പൊ അങ്ങനെ ചെയ്തത്? സാധാരണ എനിക്ക് എല്ലാ പഞ്ചായത്തിൽ നിങ്ങൾ ചെന്ന് നോക്കിപ്പോ അല്ല, പ്രതിപക്ഷം അന്വേഷിച്ചില്ലേ സംബന്ധിച്ച് ക്യാമറ എന്തുകൊണ്ടില്ല? ട്രഷറി അടക്കമുള്ളത് കൊണ്ട് ക്യാമറ മസ്റ്റാണ്. രാത്രി വളരെ ക്ലാരിറ്റിയോട് പ്രതിപക്ഷം എന്ത് നിലപാട് കാര്യത്തില്, ഈ കാര്യത്തില് ക്യാമറ വിഷയത്തില് യോഗങ്ങളിലെല്ലാം നിരന്തര പരാതി ഉന്നയിക്കുന്നതാണ്. പോലീസില്ലേ? ഇന്നലെ ഞങ്ങളൊന്ന് പോയപ്പോ അവിടെ പുസ്തകമൊക്കെ വെക്കാറുണ്ട്, പോലീസ് ഉണ്ടാവാറുണ്ട്, പോലീസ് എടുക്കാനുള്ള സൗകര്യം ഉണ്ട് അവിടെ. ഒരു പോലീസിനോട് പിന്നെ ഇത് പറയണ്ടേ, ഈ വഞ്ചിക്കടവ് പദ്ധതി കഴിഞ്ഞ് പറയണ്ട്. പക്ഷെ ഇപ്പോഴും അത് പാതി വഴികൾക്ക് എടുക്കുന്നത് പദ്ധതി. കാരണം പറയിലെ ടാങ്ക് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല. അന്നൊരു ദിവസം ഈ പറഞ്ഞ LDF-ന്റെ എല്ലാ നേതാക്കന്മാരും പ്രശ്നം സംസാരിച്ചിരുന്നു. എന്നിട്ട് ഒരു അടിയന്തരമായി യോഗം കൂടാന്ന് പറഞ്ഞിരുന്നു. എന്നോട് ഞാൻ അടക്കം അതിന് പങ്കെടുത്തിട്ടുണ്ട്. ഈ പ്രസിഡന്റായി അതെന്തുകൊണ്ട് മണ്ണ് പരിശോധനയല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, ആ ടാങ്ക് മാറ്റാനായിട്ട് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇല്ല, കുറെ ഫണ്ടും ഉണ്ട് അതിന് ബാലൻസ് ഇല്ലേ, അത് ഉപയോഗിക്കുന്നില്ല. ഇവിടുത്തെ പണിയെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. അവിടേക്ക് അവിടുത്തെ പണി പൂർത്തിയായിട്ടില്ല. പണി പൂർത്തീകരിച്ച ടാങ്കിന്റെ കൂടി പണി പൂർത്തീകരിക്കില്ല. ടാങ്കിന്റെ പണി പൂർത്തീകരിക്കാം, പക്ഷെ ടാങ്ക് കുറച്ചു കാലം കൂടെ അങ്ങനെ ഇല്ല, അതൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ ടാങ്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ടാങ്ക് പുതുക്കി പണിയുന്നതാണ് അതിന്റെ ഏറ്റവും ബെറ്റർ. അല്ല, അവിടുത്തെ വാട്ടർ അതോറിറ്റി ഈ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ടാങ്ക് ഒന്നും ചെയ്യാൻ പറ്റാൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിന്. അത് കഴിഞ്ഞ LDF പറഞ്ഞ കാലത്ത് കൊടുത്ത സംഭവമാണ് റിപ്പോർട്ട്. എന്നിട്ട് ഇതുവരെയ്ക്കും ഒന്നും എങ്ങായിട്ടില്ല ആ പദ്ധതി. ഒരു കോടിന് സജീവമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് വർക്ക് ഉണ്ടോ? ഞങ്ങള് സമരം ചെയ്യുന്നുണ്ട്, പ്ലക്കാർഡ് പിടിച്ച് ഫ്രണ്ടിൽ വരുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് വർക്ക് ഉണ്ടോ ഓരോ വിഷയങ്ങളിലും? അത് ഇല്ല, ഉണ്ടാവുന്നില്ലല്ലോ. അതുകൊണ്ടല്ല, അതിൽ പഞ്ചായത്ത് ഭരണത്തിന്റെ സ്തംഭനം എന്ന് പറയുന്നതല്ലേ, അത് ഏറ്റെടുക്കാൻ വേണ്ടി ആരും ഇല്ല പഞ്ചായത്തിനകത്ത്. പഞ്ചായത്ത് അല്ല, LDF എന്നുള്ളതല്ലേ പ്രതിപക്ഷം എന്ന നിലയില് നിങ്ങൾ അത് സജീവമായിട്ട് ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു ക്ലിപ്പ് വന്നതിന്റെ അപ്പുറം അത് വളരെ സജീവമായിട്ട് പഞ്ചായത്തിന് വളരെ പ്രധാനപ്പെട്ട ഗുരുതര ആരോപണമല്ലേ ഈ വണ്ടി മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു, ഈ കുടിവെള്ള പദ്ധതി. അല്ല, ഞാൻ പറയുന്നത് ഒരു സജീവത. പ്രതിപക്ഷം ഉഷാറാകുമ്പോഴാണല്ലോ ഭരണപക്ഷം തെറ്റില്ലാണ്ട് പോവുള്ളൂ അല്ലേ? ഇതിപ്പോ എനിക്ക് തോന്നിയിട്ടുള്ളത് ഭരണപക്ഷത്തിന്റെ ഉള്ളിലുള്ള ഒരു എതിർപ്പ് പോലും കൃത്യമായിട്ടുള്ള ഒരു സജീവതയിലെ LDF-ന്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല. ശരിയാണോ? ഒരു മൂക്കുകയറിട്ടുണ്ടോ? പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ കുറെ കാലം ഈ പണി തുടങ്ങിയിട്ട് പല പത്രസമ്മേളനങ്ങളും ഞാൻ പഞ്ചായത്തുകളിലൊക്കെ ചെന്നിരിക്കാറുണ്ട്. പിന്നെ നമ്മുടെ നേരങ്ങളെല്ലാം പോയില്ല. പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് മാധ്യമ പ്രവർത്തകർക്ക് ജനങ്ങൾക്ക് ഒരു പ്രത്യേക സ്പേസ് പഞ്ചായത്ത് യോഗങ്ങൾ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഓരോ പഞ്ചായത്ത് ഹോളുകളും വളരെ മനോഹരമായിട്ട് ചെയ്യുന്നത്, മനസ്സിലായോ? പക്ഷെ ഒരിക്കലും ഈ സ്റ്റിക്കർ ഒട്ടിച്ചുള്ള പരിപാടി ഞാൻ ഇവിടെ കണ്ടിട്ടില്ല.
സ്റ്റിക്കർ ഏത് അത് ചില്ല് ജാലകത്തിന്റെ സ്റ്റിക്കർ അല്ല അത് അല്ല ഞാൻ പറയണതേ അത്ര കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ അതൊരു കൂച്ചുവരങ്ങിടാനായിട്ട് രാകേഷ് ഇടപെട്ടില്ല എന്നല്ല പറയുന്നത്. ആ രീതിയിലേക്കൊക്കെ ഒരാൾ വരണമെങ്കിൽ ഇപ്പൊ എത്രത്തോളം ഇത് വേണം. അപ്പൊ ഞാൻ ചോദിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ സജീവത. അതെ, അതാണ് പ്രശ്നം. പ്രതിപക്ഷം ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിലൊക്കെ കുറച്ച് മാറ്റം വരും. ഒരു നിരന്തരമായിട്ടൊരു സജീവ പ്രവർത്തനം പ്രതിപക്ഷം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ടാവും. നിരന്തരമായിട്ട് നമ്മള് സമരങ്ങൾ ഉയർത്തുന്ന പ്രതിപക്ഷമുള്ളത് അല്ല അത് ഓക്കെ, നമ്മുടെ സമരം നടത്തുന്നു, പ്ലക്കാർഡ് പിടിച്ച് ഫ്രണ്ടിൽ വരുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, ആ ഡേറ്റ് ഓക്കെ. പക്ഷെ നിങ്ങൾ ആ വിഷയം പൂർണ്ണമായിട്ട് പരിഹരിക്കുന്നവരെ നിങ്ങൾ അതിനൊപ്പം ഉണ്ടോ? ഇപ്പൊ ചുരുങ്ങിയ പക്ഷം ഇത് കാനപ്പാടത്തെ കൃഷി, അവിടുത്തെ കൃത്യമായിട്ടുള്ള പ്രശ്നം വാട്ടർ മാനേജ്മെന്റ് ആണ്. അല്ല കൃഷിഭൂമി ഇല്ലാത്തോ മറ്റു കാര്യങ്ങൾ, വാട്ടർ മാനേജ്മെന്റ് കൃത്യമായിട്ട് പരിപാലിച്ചാൽ കൃത്യമായിട്ട് സാധിക്കും. അവിടെ ആ വാട്ടർ മാനേജ്മെന്റ് കൃത്യമാക്കാൻ വേണ്ടിയിട്ട് 2-3 സമരങ്ങൾ നടന്നു, കൃഷിക്കാർ നടത്തി. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ഈ സംഭവത്തിൽ നിങ്ങൾ എന്ത് നടപടിയാണ് കൃത്യമായിട്ട് ഈ പഞ്ചായത്തിന് വേണ്ടി, ഈ കൃഷിക്കാർക്ക് വേണ്ടിയിട്ട്? ഒരു ദിവസം ഒരു പ്രമേയം അവതരിപ്പിച്ചു, അല്ലെങ്കിൽ ചോദ്യങ്ങളല്ല, ഇത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ആ 10 കുളങ്ങൾ നിറയുന്നു. ആ 10 കുളങ്ങൾ നിറയുന്ന ആ പ്രദേശത്ത് നിസ്സാര കാര്യമല്ല. അത് കാണുമ്പോൾ വളരെ നിസ്സാരമാണ്, അത് രുചിമാനത്തില്ല. പക്ഷെ ആ കാര്യത്തില് എത്രത്തോളം സജീവത പ്രതിപക്ഷത്തിന് ഭാഗത്തുന്നുണ്ട്? ഈ വിഷയങ്ങൾ നടപ്പിലാക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയും അതുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുമാണ്. ആ വിഷയങ്ങളിൽ ശക്തമായുള്ള നിലപാട് സ്വീകരിച്ച് പ്രതിപക്ഷ ആരോപണങ്ങൾ നടക്കുമ്പോൾ അത് നടപ്പിലാക്കുന്നത്. അത് നടപ്പിലാക്കുന്നതിൽ പഞ്ചായത്ത് പ്രസിഡന്റും പിന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അതിന് ഉത്തരവാദിത്തമുള്ളവർ. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുണ്ട്, അതുപോലെ അവരെ ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുണ്ടല്ലോ. അവര് ആ പ്രവൃത്തി നടത്തുന്നതിൽ വീഴ്ച വരുത്തി. അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ നീണ്ടു പോകുന്നത്. നിരന്തര പഞ്ചായത്ത് കമ്മിറ്റിയകത്ത് ആ വിഷയം ഉണ്ടായി. അത് മാത്രമല്ല, നിരന്തര പഞ്ചായത്ത് കമ്മിറ്റിയകത്ത് വിഷയങ്ങൾ ഉണ്ടാവില്ല. ആ വിഷയങ്ങളെല്ലാം ഏറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ അംഗങ്ങൾക്ക് കൃത്യമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പഞ്ചായത്ത് മെമ്പർക്കെതിരെ കൊണ്ടുണ്ടായ വിഷയം അത് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പഞ്ചായത്തിന്റെ ശ്മശാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് റോഡുകളിൽ ബൾബുകൾ കത്താത്ത ഒരു വിഷയം നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് റോഡുകളുടെ ശോചനീയാവസ്ഥ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാ വിഷയത്തിലും പുറകോട്ട് പോവാണ് പഞ്ചായത്ത് ഭരണസമിതി. ആ വിഷയങ്ങളെല്ലാം അതിന്റെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് പഞ്ചായത്ത് ഭരണസമിതിക്കകത്ത് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ആ പോരായ്മ നികത്തേണ്ട ഒരു ചുമതല ആർക്കും കൂടിയുണ്ട്. പഞ്ചായത്ത് ഭരണസമിതിക്കും പ്രസിഡന്റിനും ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കുണ്ട്. അവരുടെ യോജിച്ചൊരു പ്രവർത്തനം ഇല്ലാത്തത് കൊണ്ട് ആണ് ഇത്തരം പ്രവർത്തനം നിരന്തരം ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്നത്. ഭരണസമിതിക്കകത്ത് പ്രസിഡന്റിന്റെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെയും വൈസ് പ്രസിഡന്റിന്റെയും യോജിച്ചൊരു പ്രവർത്തനം അതിനകത്ത് ഇല്ല. അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ കൂടി പഞ്ചായത്തിനകത്ത് വരുന്നത്. അല്ലാണ്ട് നമ്മള് നിങ്ങൾക്കറിയാലോ, പണ്ട് ഒരു സ്ഥലത്തും ഇല്ലാത്ത രൂപത്തിലുള്ള പ്രതിപക്ഷ സമരങ്ങളും പ്രതിപക്ഷ പ്രക്ഷോഭങ്ങളൊക്കെ ഈ ഭരണസമിതിക്കകത്ത് ഏകപക്ഷ മെമ്പർമാർ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോ സജീവൻ കാരമുക്ക് അവിടെ ഫോട്ടോ എടുക്കാമെന്ന് ആ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വന്നപ്പോഴാണ് അവിടെ പിന്നത്തെ കമ്മിറ്റിക്കകത്ത് മുഴുവൻ അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമ്മളത് പരസ്യമായിട്ട് അത് കീറിക്കളഞ്ഞു. സജീവകാരമുള്ള സമയത്ത് തന്നെയാണ്, പത്രമാധ്യമ സുഹൃത്തുക്കളുള്ള സമയത്ത് തന്നെയാണ് അത് കീറിക്കളയുകയും പിന്നത്തെ കമ്മിറ്റിക്ക് അവിടെ സജീവകാരമുക്ക് അതിനകത്ത് ബലമായി കയറി വരും. ബലമായി കയറി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കടന്നു വരുമ്പോൾ കടക്കരുത് എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അത് മറികടന്നുകൊണ്ട് കടന്നു വന്നില്ല. അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് സ്റ്റേഷനിൽ വിളിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ നിങ്ങൾ പത്രമാധ്യമ സുഹൃത്തുക്കൾ ആ വിഷയത്തിൽ ബന്ധപ്പെട്ട് എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് രാകേഷ്, അല്ല പഞ്ചായത്ത് രാജ് ആക്ട് വരുന്ന അതിൽ തന്നെ മാധ്യമ പ്രവർത്തകർക്ക് പൊതുജനങ്ങൾക്കുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ട്. അത് ഏതെങ്കിലും ഒരു പ്രസിഡന്റ് പറഞ്ഞുകൊണ്ടൊന്നും ആ സ്പേസ് ഇല്ലാതാവുന്നില്ല. പിന്നെ നിങ്ങൾ വരുന്നില്ല. എന്തുകൊണ്ട് പത്രമാധ്യമ സുഹൃത്തുക്കൾ പഞ്ചായത്ത് ഭരണസമിതി വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇത്ര രാകേഷ് പറഞ്ഞാൽ പഞ്ചായത്ത് രാജ് ആക്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു പഞ്ചായത്ത് യോഗം ചേർന്ന് കഴിഞ്ഞാൽ അതിലെടുത്ത തീരുമാനങ്ങൾ 1-2 ദിവസത്തിനുള്ളിൽ പരസ്യപ്പെടുത്തണം. പഞ്ചായത്ത് യോഗം ചേരുമ്പോൾ അത് ബന്ധപ്പെട്ട മെമ്പർമാരെ പോലെ മാധ്യമ സുഹൃത്തുക്കളെ അറിയിക്കണം. ഇത് എവിടെ നടക്കണേ? എവിടെയെങ്കിലും നടക്കണ്ടോ? മുന്നേ കുട്ടി അറിയിക്കണം. പത്രക്കാരെ ആരാവട്ടെ, അത് ആ ബന്ധപ്പെട്ട് നിൽക്കുന്ന പത്രക്കാരെ അറിയിക്കണം. അതിന്റെ ബാധ്യതയുണ്ട്. അതേപോലെ അത് ബന്ധപ്പെട്ട നിർവഹണ ഉദ്യോഗസ്ഥർ അവർക്ക് അജണ്ട കൊടുക്കണം. ഇപ്പൊ രാകേഷ് നേരത്തെ പറഞ്ഞല്ലോ, 1/3 ജനങ്ങള് മെമ്പർമാര് കൊടുത്തു കഴിഞ്ഞാൽ പരാതി അജണ്ടയിൽ വരണമെന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് പഞ്ചായത്ത് രാജ് ആക്ട് തുടക്കം മുതൽ ഞാനത് ശ്രദ്ധിക്കുന്നതാണ്. അതിൽ കൃത്യമായിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തുകളും ഏത് പഞ്ചായത്ത് യോഗത്തിലെ ഇപ്പൊ സൈമന്റെ പോട്ടെ,
ഏത് പഞ്ചായത്ത് യോഗത്തിലെ കൃത്യമായിട്ടുള്ള സാധനങ്ങൾ കൃത്യം അവതരിപ്പിക്കുന്നു? പരസ്യപ്പെടുത്തുന്നുണ്ടോ? ആ നോട്ടീസ് ബോർഡിൽ പോലും ഇടുന്നുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് ആ ഒരു പൊതു രീതിയാണ് ഉള്ളത്. പിന്നെ പല വർക്കുകൾ നമ്മൾ ജനകീയാസൂത്രണം വന്നപ്പോ ജനങ്ങളുടെ കൈകളിലേക്ക് വർക്കുകൾ പോകുന്നു. എവിടെ വന്ന് കോൺട്രാക്ടർമാരൊക്കെ ഇല്ല. ഇപ്പോഴെ നമുക്ക് ഈ നവമാധ്യമത്തിന്റെ പുതിയ സംവിധാനങ്ങൾ വന്നപ്പോ തീരുമാനങ്ങളും നമ്മൾ കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി പുതിയൊരു സൈറ്റ് ഉണ്ട്. ഇപ്പൊ പ്രദർശിപ്പിക്കുക മാത്രമല്ല, സൈറ്റിനകത്ത് പ്രദർശിപ്പിക്കുന്നുണ്ട്. അത് ഇവിടെ തുടങ്ങിയില്ല. സൈറ്റ് PR-ന്റെ ഒരു രീതി തുടങ്ങിയില്ല. ജിയോ ബോക്സ് തുടങ്ങിയില്ലേ? അല്ല, അത് മൊത്തത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നാണ്. അല്ലാതെ ഓരോ പഞ്ചായത്ത് ബേസ്ഡ് ആയിട്ട് PR വർക്ക്. അതാണ് വിഷയം. ഞാൻ സൂചിപ്പിച്ചത് ഇതാണ്, പഞ്ചായത്ത്. അല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ പറയുമ്പോ എല്ലാ വശം നോക്കണം. മാധ്യമങ്ങൾക്ക് വരാം. ആ മാധ്യമങ്ങൾക്ക് പല പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് മാധ്യമങ്ങൾ പറയുന്ന ഇഷ്ടമല്ല. കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടത്തുന്ന പഞ്ചായത്ത് യോഗങ്ങൾ മാധ്യമങ്ങൾ പ്രദർശിപ്പിക്കുക. പിന്നെ വരും എങ്ങനെയാ മാധ്യമങ്ങൾ വന്ന പ്രതിപക്ഷം ഭയങ്കര ബഹളമുണ്ടാക്കും. കഴിഞ്ഞു കുറച്ച് കാലമായിട്ട് കാണാൻ പറയുന്നത് നിയമസഭയിലേക്ക് പോകാൻ പറ്റുമോ? മാധ്യമങ്ങൾ അല്ല, ഞാൻ പറയുന്നത് മാധ്യമങ്ങൾ വന്നു കഴിഞ്ഞാൽ പണ്ട് ഓരോ പഞ്ചായത്തിനും സൂചിക്കാരനല്ലേ മോനെണ്ണ ഓരോ പഞ്ചായത്ത് ഇത്രയും തുകയെ കിട്ടുള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. കോടികളുടെ ഇടപാടുകളാണ് പഞ്ചായത്തിൽ നടക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളും പ്രശ്നങ്ങളും കാര്യങ്ങളും നിർദ്ദേശങ്ങളും. അപ്പൊ അതൊന്നും പുറലോകം അറിയാതിരിക്കാനാണ് പലയിടത്തും ശ്രമം. മാധ്യമങ്ങളിൽ വന്നത് ഇപ്പൊ അവർക്ക് ഇഷ്ടമില്ലാത്തോ എന്തെങ്കിലും വാർത്ത വന്നു കഴിഞ്ഞാൽ ഭയങ്കര അസ്വസ്ഥത കാണിക്കില്ല. അല്ലെ? അല്ലെ, ഞാൻ പറയുന്നത് ആ രീതിയാണെന്ന് പൊതുവെ. അതുകൊണ്ടാണ് ഈ മാധ്യമങ്ങളെ ഈ അജണ്ട പോലും അറിയിക്കാത്തത്. എന്തിനു വേണ്ടിയാണ് സർക്കാർ മാധ്യമ സുഹൃത്തുക്കൾക്ക് കൂടി ഭരണസമിതി യോഗത്തിൽ പങ്കെടുക്കാം എന്ന ഒരു തീരുമാനത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ്? നിലവിലുള്ള ഭരണകക്ഷിക്ക് അവസാനം പോടാൻ വേണ്ടിയിട്ടല്ല. അല്ലല്ലോ, അപ്പൊ മനസ്സിലായി. അതല്ലേ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? ഭരണകക്ഷിക്ക് അവസാനം വേണം. ഏതൊരു ഭരണകക്ഷിയായാലും അത് ഒരു പ്രതിപക്ഷ ധർമ്മം പോലെയാണ് മാധ്യമങ്ങളുടെ കാര്യങ്ങൾ. അതായത് ആ തീരുമാനം വന്നിട്ടുള്ളത് വളരെ സന്ദേശപരമായ ആ തീരുമാന പ്രകാരം